ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്നത്തേതപ്പോൾ നമ്മളുടെ ഈദിൻ്റെ വ്ളോഗാണ്, വലിയ പെരുന്നാളിൻ്റെ വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിലൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളുടെ പെരുന്നാൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിക്കാം. ഇപ്പോൾ പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ കാര്യങ്ങളാണ്, ഒരുക്കങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലായിടത്തും ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഒന്ന് നീറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഇതാ അവിടെ ഈദിൻ്റെ ഡെക്കറേഷൻസിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ബലൂണൊക്കെ വീർപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ബലൂൺസും ഡെക്കറേഷൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയ്സ് എന്നതേയും ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തിച്ചതാണ് കേട്ടോ. ഡൈനിങ് ഹാളിൽ ഈ ഒരു ഷോക്കേസിൻ്റെ ഭാഗത്താണ് അവർ ഈദ് മുബാറക് എന്നൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൂട്ടത്തിൽ. ഇപ്പോൾ ഈദ് മുബാറക് എഴുതിയിട്ടുള്ള ഹാങ്ങിങ്സും അതിൻ്റെ ബാക്കിൽ വരുന്ന ആ ഒരു ഗോൾഡൻ കളർ കർട്ടൺ, പിന്നെ ബലൂൺസും ആണ് ആ ഒരു പാക്കറ്റിലുണ്ടായിരുന്നു കേട്ടോ. അത് മൊത്തം അങ്ങനെ ആയിട്ട് ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ ബലൂൺസ് എല്ലാം വീർപ്പിച്ചത് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് അങ്ങനെ പിരമിഡ് പോലെ വെക്കാന്നുള്ള പ്ലാനിലാണ് ഷെയ്സ് ആദ്യം ചെയ്യുന്നത്. പക്ഷെ ബലൂൺസ് അങ്ങനെ വിചാരിച്ച പോലെ അങ്ങനെ നിൽക്കണില്ല കേട്ടോ, പാറി പോകുന്നുണ്ട് ഇടക്ക്. ഇത് ലെഡ് ലൈറ്റ് ആണ്, അത് നമ്മൾ ആമസോണിൽ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ആകെ കെട്ടി കുടുങ്ങിയിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഷെയ്സ് അത് ശരിയാക്കി എടുക്കുകയാണ്. ഫൈനലി ഷെയ്സിൻ്റെ അധികം ആ കെട്ട് കുടുങ്ങിയ ലെഡ് ലൈറ്റൊക്കെ റെഡിയാക്കി. ഞാനും ഉപ്പി അസ്കർക്കൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു, അത് അസ്കർക്കാൻ്റെ ബ്രദർ റഫീഖാക്കി ശരിയാക്കി തന്നും ചെയ്ത്. അപ്പോൾ ഇതാണ് ആ ലൈറ്റ്. അങ്ങനെ ഡെക്കറേഷൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതിനിടയിൽ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എല്ലാവർക്കും നോമ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുകയാണ്. ഉപ്പ പള്ളി പോയതായിരുന്നു. നോമ്പ് തുറന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് വരിക. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേറൊരു ഡെസേർട്ടും കൂടെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജെല്ലി ആവശ്യമുണ്ട്. അപ്പോൾ ജെല്ലി പാക്കറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പം അതിൻ്റെ ബാക്കിലൊരു ഇൻസ്ട്രക്ഷൻസ് എഴുതിയിട്ടുണ്ട്, അത് നോക്കിയിട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ 2 ഫ്ലേവേഴ്സിലുള്ള ജെല്ലി പാക്കറ്റ്സ് ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, ഓറഞ്ചും ലെമണും. അപ്പോൾ അതൊന്ന് സെറ്റാക്കി എടുക്കുകയാണ്. ബാക്കിയുള്ളത് ഞാൻ ഈ ഒരു മോൾഡിലേക്ക് വെച്ചിട്ട് സെറ്റാക്കി എടുക്കുകയാണ് കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് വേറൊരു കളറും കൂടെ വേണ്ടിയിരുന്നു, ഗ്രീനോ ബ്ലൂവോ ഏതെങ്കിലും. അപ്പോൾ ഞാൻ ഈ ഒരു ഓറഞ്ച് ഫ്ലേവറിലേക്ക് കുറച്ച് ബ്ലൂ കളർ മിക്സ് ചെയ്തപ്പോൾ ഇതാ ഈ ഒരു ടൈപ്പ് ഗ്രീൻ കളർ കിട്ടിയിട്ടുണ്ട്. ഉമ്മ ഇവിടെ ചിക്കൻ കഴുകിയെടുക്കുക കേട്ടോ. നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ഈദിൻ്റെ അന്ന്. അപ്പോൾ ചിക്കനൊക്കെ കഴുകിയെടുക്കുന്നുണ്ട്. ഷെയ്സ് ഇതാ ഇവിടെ മെഹന്തി ഇടുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ ഗ്രീൻ കളർ വേണ്ടിയിരുന്നു. അപ്പം ഈ ഒരു യെല്ലോ കളറിലേക്ക് ബ്ലൂ കളർ മിക്സ് ചെയ്തപ്പോൾ ഗ്രീൻ കളർ കിട്ടി. പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ മനുവും കെൻസും ഷെൻസും ഒക്കെ പടക്കമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പടക്കവും പൂത്തിരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ അവിടെ വീട്ടിൽ കുറച്ച് പൊട്ടിച്ചതിന് ശേഷം നമുക്കിവിടെയും കൊണ്ടുവന്നതാണ്. പിന്നെ വീണ്ടും നമ്മൾ കിച്ചണിലേക്ക് തന്നെ വന്നു. കിച്ചണിൽ ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഡെസേർട്ടിൻ്റെ പേര് ലബി ഷിരീൻ എന്നാണ്. അതിന് വേണ്ടിയിട്ട് ഇതവിടെ 1 ലിറ്റർ പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2
സേമിയ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ തിന്നായിട്ടുള്ള സേമിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു 7 മിനിറ്റൊക്കെ മതിയാവും. അതിനുശേഷം ഇതാ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, വാനില കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഈ ഒരു വേവിച്ച സേമിയയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനിടയിൽ ഇതാ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുള്ള കസ്റ്റാർഡൊക്കെ ഒന്ന് തിക്കായി വന്നപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി ഇതിൻ്റെ ബാക്കി പരിപാടികൾ നമുക്ക് ജെല്ലി ഫ്രിഡ്ജിൽ സെറ്റാൻ വെച്ചിട്ടുണ്ടല്ലോ, അത് റെഡി ആയതിന് ശേഷം നോക്കാം. ബിരിയാണിക്കുള്ള മസാല നമ്മൾ തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കാറാണ്. അപ്പം വേഗം അതൊക്കെ റെഡിയാക്കുക. അതിനിടയിൽ ഇതാ ഷേസും നദിയും മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മാക്കും ഷേസ് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മയും ഷേസും നദിയൊക്കെ അവിടെ മൈലാഞ്ചി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ അത്താഴത്തിന് എഴുന്നേറ്റ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇത്രയും കളറായി വന്നിട്ടുണ്ട്. ബിരിയാണിയുടെ മസാല പുറത്ത് സ്റ്റൗവിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആ ഒരു സ്റ്റവ് നല്ലോണം കത്തുട്ടോ, നല്ല തീയാണ്. ഷെയ് അപ്പുറത്ത് കിച്ചണിൽ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കലും പാത്രം കഴുകലൊക്കെ ആയിട്ട് നല്ല ബിസിയാണ്. അപ്പോൾ ഇതാ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ ബിരിയാണി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോഴേക്കും നമ്മളുടെ ജെല്ലി ഇതാ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് സ്ക്വയർ ആയിട്ട്. ലബീഷീരിയനിലേക്ക് ചേർക്കാനുള്ള ബാക്കി കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഫ്രൂട്ട്സ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ മാംഗോ മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പിൾ, അതുപോലെ തന്നെ സ്ട്രോബെറി അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള ജെല്ലിയിൽ നിന്നും കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ളത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് പിസ്തയും ബദാമും ആണ് ഞാനവിടെ ചേർത്തിട്ടുള്ളത്. ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഇതൊന്ന് ക്ലിംഗ് ഫിലിം വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അപ്പോൾ കിച്ചണിലുള്ള തലേ ദിവസത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഷെയ്യുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ. ഷെയ് മൈലാഞ്ചി ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനും ഷെയ്യും കടന്നപ്പോഴേക്കും 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഷെയ്യുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുത്തു. ഷെയ്സ് അപ്പുറത്ത് സോഫയിൽ കിടന്നിട്ട് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ, എന്നെ വെയിറ്റ് ചെയ്തിട്ട്. പിറ്റേ ദിവസം ഇതാ ഈദിൻ്റെ അന്ന് രാവിലെ എല്ലാവരുടെയും കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിൽ കയറുന്നത്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ ഫസ്റ്റ്. അപ്പോൾ നമ്മൾ രാഗി സേമിയ വെച്ചിട്ടുള്ള പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനിടയിൽ നമുക്ക് ബിരിയാണിയിലേക്കുള്ള റൈസും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരി കഴുകിയെടുക്കുകയാണ്. ഇതാ എല്ലാവരുടെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി. നമ്മളിനി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പെരുന്നാൾ നിസ്കാരം വീട്ടിൽ നിന്ന് തന്നെയാണ് നിസ്കരിക്കുന്നത്. ഉപ്പ രാവിലെ 6:30 ആയപ്പം പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പള്ളിയിലുണ്ടായിരുന്ന നിസ്കാരം. ഷേസ് ഇതാ അവിടെ കാൻഡിൽസൊക്കെ കത്തിക്കുകയാണ്. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുന്നേ തന്നെ ബിരിയാണിയൊക്കെ ദം ചെയ്ത് വെച്ചു. ഇനി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. ഈ ഡ്രസ്സാണ് മെഹ്സ ബൂട്ടിക്കിൽ നിന്ന് നമുക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള ഡ്രസ്സ്.
നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ഇപ്പോൾ കെൻസ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനുവും ഇത്താത്തയും ഷെൻസും ഒക്കെ വന്നു കേട്ടോ. അപ്പോൾ ഈദിൻ്റെ അന്ന് ഞാനും ഷെയ്സയും നദേ ഷെയ് ഇട്ടിട്ടുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് മെഹസ ബൂട്ടിക്കിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളായിരുന്നു കേട്ടോ. ഞാൻ അൺബോക്സിങ് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫോട്ടോസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഷബ്ന ഹാസ്കർ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. പിന്നെ ഷെയ്സിൻ്റെ ഡ്രസ്സ് കെഫി ജൂനിയേഴ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് സെൻഡ് ചെയ്തതാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് റാഫ്ലോ ബോൾസൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇതാ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒന്ന് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ ഉപ്പ പള്ളി പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫുഡൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളുടെ ലബ്ഷുരീൻ അതൊന്ന് മുകളിൽ ജെല്ലിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന കോക്കനട്ട് മിൽക്ക് പുഡിംഗ് ആണ്. അപ്പോൾ അതും ഒക്കെ അന്ന് റെഡിയാക്കി വെച്ചതായിരുന്നു. അപ്പോൾ നമുക്കിനി ഫുഡ് എടുത്തു വെക്കാൻ തുടങ്ങാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതാ ഡെസേർട്ട്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ലബീഷുരീൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എല്ലാവരും. നല്ലൊരു അടിപൊളി ഡെസേർട്ടാണ്, ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് കമൻസിൽ അറിയിക്കുക. അപ്പോൾ ഇത്താത്തയും മക്കളും പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവരുടെ വീട്ടിലേക്ക് തന്നെ പോയി. ഞങ്ങൾ രാത്രിയാണ് പിന്നെ എൻ്റെ വീട്ടിലൊക്കെ പോണത് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് മുന്നത്താൻ്റെ വീട്ടിൽ എല്ലാവരും കൂടെ ഒന്ന് പോവുകയാണ്. അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് അസ്കർക്കാർക്ക് അറിവിനൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നല്ലോണം ലേറ്റായി. അപ്പോൾ പിന്നെ മഗ്‌രിബൊക്കെ നിസ്കരിച്ചതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആ കെൻസ് ഇവിടെ നല്ല ഉറക്കത്തിലാണ്. ഇത്താത്താൻ്റെ അടുത്ത് ചെമ്മീൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനും അസ്കറിക്കും മക്കളും മുണ്ടറമ്പ് വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. ഉമ്മയും ഷെയ്യൊക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിൽ രണ്ടാമത്തെ ബ്രദറും ചെറിയ ബ്രദറും അവർ മാത്രമേ ഉള്ളൂ, അവരുടെ ഫാമിലിയേ ഉള്ളൂ. വലിയ ബ്രദർ കോവിഡായിട്ട് ക്വാറൻറ്റൈനിലായിരുന്നു. അൽഹംദുലില്ലാ മാറിയിട്ടുണ്ട്, നെഗറ്റീവ് ആയിട്ടുണ്ട്. പക്ഷേ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടുള്ളൂ പുറത്തിറങ്ങാൻ പറ്റുക. അപ്പോൾ ഇതാ വന്ന ഉടനെ തന്നെ ബേബീനെയൊക്കെ കണ്ടു. പിന്നെ അതാ ഫുഡൊക്കെ എടുത്ത് വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഉമ്മയും ചിക്കൻ ബിരിയാണിയും ബീഫൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ബേബി ഉണരുന്നത് കാത്തുനിന്ന് ബേബി ഉണർന്നിട്ടൊന്നുമില്ല. അപ്പം ഞാൻ കയ്യിലെടുത്ത് ഇങ്ങനെ കളിപ്പിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് ഫെമി അവിടെ വർക്കൗട്ട് ചെയ്യുന്ന തിരക്കിലാണ്. അവൾ മുകളിലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ പായസം കുടിക്കട്ടെ, ഉമ്മ ചെറുപയർ പായസമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫെമി വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോൾ ഇതാ അവൾ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് കഴിക്കുകയാണ്.
അപ്പോൾ എല്ലാം കുറച്ച് കഴിച്ചു നോക്കണുള്ളൂ കേട്ടോ. നമ്മൾ ഡയറ്റൊക്കെ അന്നത്തെ ദിവസം ഫ്ലോപ്പായിരുന്നു. പിന്നെ ഒരു 10:30-11 മണിയൊക്കെ ആവാനായപ്പോൾ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളുടെ ഈദിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.